ഹലോ ഗായ്സ്, നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ കട്ടയുണ്ടോ? എന്നാ ഞാൻ ഇത് വെച്ചൊരു വീടുണ്ടാക്കി കാണിക്കാം. ഇതുണ്ടോ, ഈ സൈഡുകൾ കണ്ടോ, ഈ 3 വെച്ച് ആ 2 ഉണ്ടല്ലേ, അത് 2 ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെക്കണം. അന്നേരം ഇങ്ങനെ ആവും. ഇപ്പം 3 ഇങ്ങനെ താഴെ ഇങ്ങനെ 3 കട്ടകൾ ഇങ്ങനെ 3 വെച്ച് ഇങ്ങനെ അടുക്കി വെക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ ആ 3 ഇങ്ങനെ അടുക്കി വെക്കണം. എന്നിട്ട് ആ ഫ്രണ്ടിലത്തെ ആ പിങ്ക് കട്ട ഉണ്ടാ, ആ പിങ്ക് കട്ട നമ്മളൊരു ഡോറാക്കണം. പിന്നെ ഈ നമ്പർ ഇളക്കി വെക്കുന്നുണ്ടല്ലേ, അത് ആ കട്ടകൾ ആ കട്ടകൾ നമ്മൾ ഫുള്ളും പിങ്ക് തന്നെ വെക്കണം. അതാണ് ഒരു മോഡലായിട്ട് വരത്തുള്ളൂ ആ വീടിന്. അതെന്ന് പറയുന്ന ഒരു ഫിഷ് ടാങ്കാണ്. ആ ഫിഷ് ടാങ്ക് നമ്മളിങ്ങനെ ആ നമ്പറിങ്ങനെ ഇളക്കിയിടുമ്പോൾ അതിൻ്റെ അകത്ത് മീൻ പോലെ തോന്നും. എന്നിട്ട് നമ്മളിങ്ങനെ അടുക്കി പോകുമ്പം എന്നിട്ട് ഒരു ഗ്യാരേജ്, ആ സൈഡിലത്തെ ആ കട്ട ഉണ്ടല്ലേ, ആ ഓറഞ്ച് കട്ട, അതങ്ങനെ അങ്ങോട്ട് തുറക്കണം. എന്നിട്ട് നമ്മൾ അവിടെ 2 കട്ട വയ്ക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ താഴെ വെക്കരുത്, മേളിൽ മാത്രം ഇങ്ങനെ വെക്കണം. നിങ്ങൾ ആ മഞ്ഞക്കട്ടകൾ വെക്കുന്നുണ്ടോ? അതെന്ന് പറഞ്ഞാൽ ഒരു റൂഫാണ്, മേളിലത്തെ ഇങ്ങനെ റൂഫ്. പിന്നെ നമ്മൾ താഴെ കട്ട വെക്കുന്നത് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ നടക്കാനൊക്കെ, അതൊക്കെ വേണ്ടേ, ഉറങ്ങാനൊക്കെ. സ്പോഞ്ച് കട്ടയാണ് കേട്ടോ. ഞാൻ ഈ തട്ടിയിട്ട് എന്താണെന്നറിയാവോ? അതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ പറക്കിയെടുക്കണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങനെ എടുക്കാമല്ലോ. ആ ബ്ലൂ കട്ട നമ്മളിങ്ങനെ സൈഡ് കണ്ട, ആ ഡോറ് കഴിഞ്ഞിട്ടുള്ള സൈഡ്, അവിടെ നമ്മളിങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ വേറെ മോഡലായി ഇങ്ങനെ അടുക്കി വയ്ക്കുമ്പോൾ അത് ഒരു സ്പെഷ്യൽ മോഡലാവത്തില്ലേ? എന്നിട്ട് നമ്മൾ ഗ്യാരേജും കൂടെ വെച്ചാൽ സൂപ്പറായിരിക്കും കാണാൻ. ഞാൻ ആ സൈഡിൽ വെക്കുന്നുണ്ടോ, അതൊരു മതിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പം പറയാൻ മറന്നുപോയി. അന്നേരം ഞാൻ എല്ലാ ദിവസവും ഈ കട്ട വെച്ച് ഇങ്ങനെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീടുണ്ടാക്കാൻ അറിയാവുന്ന. അന്നേരം എന്താ ഇത് കണ്ട, ഞാൻ ഫുൾ അടുത്തും അടച്ച്. അന്നേരം കണ്ട കൊള്ളാവോ? ഇത് കണ്ട ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ഇളക്കുന്നുണ്ട്. നമ്മൾ അന്നേരം വീടുണ്ടായി കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഗ്യാരേജിലോട്ട് പോയി. ഗ്യാരേജ് ഉണ്ടായി കഴിഞ്ഞ് അവരെ കാണാൻ സൂപ്പറാണോ? എന്നാൽ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിക്കുക. എന്നാൽ ടാറ്റ ബൈ ബൈ, സീ യു.